നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യമേ ഉള്ളൂ. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തയ്യാറാക്കി, ഒരുപക്ഷെ AI ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയെങ്കിലും ആയിരിക്കാം ഇത്ര പെട്ടെന്ന് 195-ലധികം പേജുകളുള്ള ഒരു ധവളപത്രം തയ്യാറാക്കിയത് എന്ന് നമുക്ക് ഊഹിക്കാം. എങ്കിൽ തന്നെ ഇപ്പം തോമസ് ഐസക്കും പറഞ്ഞല്ലോ, പക്ഷെ അതിലെങ്കിലും മിനിമം കള്ളം പറയാതിരുന്നു കൂടെ എന്നാണ് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ ചോദിക്കാനുള്ളത്. കാരണം വേറൊന്നുമല്ല, ഇതിൽ ഒരേ ഒരു ഘടകം, ഒരു കള്ളം മാത്രം നമുക്ക് വിശകലനം ചെയ്തു പോകാം. അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഏകദേശം 35 കോടി രൂപ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കൊച്ചി മെട്രോ എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ മെട്രോ റെയിൽ സർവീസ്. മെട്രോയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൊച്ചിക്കാരെ സംബന്ധിച്ചിട്ടാണെങ്കിലും അതല്ല കേരളത്തിലുള്ള മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കൊച്ചിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് വളരെ എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു യാത്രാ സംവിധാനം തന്നെയാണ് മെട്രോ റെയിൽ പദ്ധതി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കൊച്ചിയിലെത്തിക്കഴിഞ്ഞാൽ തമാശയ്ക്കായിട്ട് പോലും അല്ലെങ്കിൽ ഒരു വിനോദം എന്നുള്ള നിലയിൽ പോലും കയറാത്തവരുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ആ കൊച്ചി പ്രോജക്റ്റ് അല്ലെങ്കിൽ മെട്രോ എന്ന് പറയുന്ന സംവിധാനം ഏകദേശം 35 കോടി രൂപയോളം കടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഒരു കാര്യം നഷ്ടത്തിൽ ഓടുക എന്ന് പറഞ്ഞാൽ അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ് എന്ന് നമുക്കറിയാം. കൊച്ചി മെട്രോ, ഈ കൊച്ചി മെട്രോ നഷ്ടത്തിൽ ഓടുന്നു എന്ന് പറയുന്നു. ഇപ്പം നഷ്ടം എങ്ങനെയാണ് കണക്കാക്കുന്നത്? സ്വാഭാവികമായി ഒരു കൊച്ചി മെട്രോ പോലെ ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവാക്കിയ ഒരു പദ്ധതിയുടെ നഷ്ടം കണക്കാക്കുന്നത് ഒരിക്കലും അതിന് മുടങ്ങിയ തുകയിൽ കഴിച്ചിട്ട് ബാക്കി വരുന്നതിനെ അല്ല ലാഭം എന്ന് പറയുന്നത്. അതായത് നിർമ്മാണ ചെലവ്, ആ നിർമ്മാണ ചെലവ് കഴിഞ്ഞിട്ട് അധികം കിട്ടുന്നതെല്ലാം അതിൻ്റെ ലാഭം എന്നുള്ള നിലയിലല്ല കണക്ക് കൂട്ടപ്പെടുന്നത്. കാരണം എത്താൻ കുറേ കാലം എടുക്കേണ്ടി വരും. അത്രത്തോളം കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണല്ലോ നമ്മൾ കൊച്ചി മെട്രോ പോലെ ഇത്രയും വലിയൊരു സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ നിർമ്മാണ ചെലവ് കണക്കാക്കപ്പെടുന്നില്ല, പ്രവർത്തന ചെലവ് മാത്രമാണ് കണക്കാക്കപ്പെടുന്നത്. പ്രവർത്തന ചെലവ് എന്ന് പറഞ്ഞാൽ ഒരു മാസം ഈ മെട്രോ റെയിൽവേ എന്ന് പറയുന്ന സംവിധാനം പ്രവർത്തിച്ചു പോകാൻ വേണ്ടി എത്ര കോടി രൂപ അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപ ചെലവാകുന്നുണ്ടോ അതിനേക്കാൾ കൂടുതലാണ് വരുമാനമെങ്കിൽ തീർച്ചയായും അത് ലാഭത്തിലാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ നിർമ്മാണ ചെലവിലല്ല, പ്രവർത്തന ചെലവാണ് ഇനി കണക്ക് കൂട്ടപ്പെടുന്നത്. ഈ പ്രവർത്തന ചെലവിനേക്കാൾ ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മെട്രോ റെയിൽ പദ്ധതി എന്ന് പറയുന്ന ഒന്നിനെ 35 കോടി രൂപ നഷ്ടത്തിലാക്കി തീർക്കാൻ VD സതീശൻ നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയ ധവളപത്രത്തിനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് 35 കോടി രൂപ നഷ്ടം. മെട്രോ റെയിൽ അതിൻ്റെ അധികൃതർക്ക് പോലും അറിയില്ല ഞങ്ങൾ ഈ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇനിയും നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്ന് നോക്കിയിട്ട് അടുത്ത ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് പറയാം. നിലവിൽ ഇതിപ്പോൾ ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. മുൻ വർഷം, അതായത് 2023-24 സാമ്പത്തിക വർഷത്തിൽ നേടിയ 22 ചില്ലറ, അതായത് 22 കോടി രൂപയേക്കാൾ 10 കോടിയോളം രൂപ അധികമാണ് ഈ കഴിഞ്ഞ 24-25 സാമ്പത്തിക വർഷത്തിൽ മെട്രോയ്ക്ക് നേടാൻ കഴിഞ്ഞത്, നേടിയത് എന്ന് പറയും. അതായത് പ്രവർത്തന ചെലവിനേക്കാൾ 33.34 കോടി രൂപ ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെക്കാനിസമാണ് അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനമാണ് കൊച്ചി മെട്രോ. അപ്പോൾ എന്തിനാണ് VD സതീശൻ കള്ളം പറഞ്ഞെന്ന് അടുത്ത ചോദ്യം വരും. ഇനിയും ഇത് എങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതിന് പ്രവർത്തന വരുമാനമായി 2024-25 കാലഘട്ടത്തിൽ പ്രവർത്തന വരുമാനമായി കണക്കാക്കിയത് ഏകദേശം 182.37 കോടി രൂപയാണ് പ്രവർത്തന വരുമാനം എന്നുള്ള നിലയിൽ. പ്രവർത്തന ചെലവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായത് ഏകദേശം 149.03 കോടി രൂപ. അപ്പോൾ നമുക്ക് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. പ്രവർത്തന ചെലവായി 149 ചില്ലുവാനം കോടി രൂപ ചെലവാകുമ്പോൾ ഇതിൽ പ്രവർത്തന ലാഭം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ പ്രവർത്തന വരുമാനം എന്നുള്ള നിലയിൽ ഏകദേശം 182 ചില്ലുവാനം രൂപ കൊച്ചി മെട്രോയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഈ മെട്രോയാണ് ധവളപത്രത്തിൽ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്.
ഈ പറയുന്ന മെട്രോ സംവിധാനം കൊച്ചി നഗരത്തിനുണ്ടാക്കിയ ഒരു വലിയ അവിടുത്തെ തിരക്കിനെയും ഗതാഗത കുരുക്കിനെയും ഒക്കെ ഉണ്ടാക്കി വെച്ച ഒരു വലിയ മാറ്റം നമുക്കെല്ലാവർക്കും അറിയാം. അവിടുത്തെ ജനങ്ങളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെട്ടു. പൊതുഗതാഗതം, അതായത് സ്വന്തം വാഹനം വീട്ടിൽ കൊണ്ടിട്ടിട്ട് അവിടുത്തെ മലിനീകരണത്തോത് കുറച്ചുകൊണ്ട് ഈ മെട്രോയിലൂടെയുള്ള യാത്ര അവരുടെ കാര്യങ്ങൾ വളരെ വേഗത്തിലാക്കി. അവിടെ മൊത്തത്തിൽ കൊച്ചി എന്ന് പറയുന്ന ഒരു നഗരത്തിനുണ്ടായ ഒരു മാറ്റം വളരെ വലുതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതിങ്ങനെ മാത്രമല്ല, ഈ കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ സർവീസുകൾ നടത്തുന്നതിൽ നിന്ന് മാത്രമല്ല, അവിടുത്തെ ഷോപ്പുകൾ വാടകയ്ക്ക് കൊടുക്കുന്നതിലൂടെ, പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതിലൂടെയൊക്കെയും ഈ പറയുന്ന കൊച്ചി മെട്രോയ്ക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്രയും സാഹചര്യത്തിൽ ലാഭകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കൊച്ചി മെട്രോ എന്നുള്ള കാര്യം വ്യക്തമായി. ഇനി എന്തിനാണ് ഈ ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കൊച്ചി മെട്രോ പോലെ ഒരു സംവിധാനം പോലും ഇവിടെ നഷ്ടത്തിലാണ് എന്ന് വരുത്തി തീർക്കേണ്ട ആവശ്യം? അത് ആർക്കാണ് ആ ആവശ്യമുള്ളത്? തീർച്ചയായും നമ്മുടെ മുഖ്യമന്ത്രിക്ക് അങ്ങനെയൊരു ആവശ്യം, പ്രഖ്യാപിതമായ ഒരു ആവശ്യമുള്ളതായി നമുക്ക് കരുതേണ്ടി വരും. എങ്ങനെ കരുതാം? നമുക്കറിയാം, ഇവിടെ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയ ഒരു യാത്രയുണ്ട്. മംഗലാപുരത്തേക്ക് നടത്തിയ ഒരു യാത്ര. മംഗലാപുരത്തേക്ക് യാത്ര നടത്തുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ചാർട്ടേഡ് വിമാനത്തിലാണ് ആ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവിടെ എത്തിച്ചേരുന്നു. അങ്ങനെ അവിടെ എത്തിച്ചേർന്ന വി ഡി സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി അവിടെയുള്ള എല്ലാവരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനി NDA നേതാവായ ഒരാൾ തന്നെ ആയിരുന്നു. അതായത് JDSന്റെ ഒരു നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. എന്തിന്? ആ ചോദ്യത്തിന് കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇന്ന് വരെയായി ഒരു മറുപടി കിട്ടിയിട്ടില്ല. അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കിഷോർ ആൽവെയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. എന്തിന്? ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പബ്ലിക് ഡൊമൈനിൽ വൈറലായി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നിട്ട് കൂടി ഇതെന്തിനാണ് ഈ യാത്ര നടത്തിയെന്നോ എന്ത് തരം കൂടിക്കാഴ്ചയായിരുന്നു എന്നതിനെക്കുറിച്ചോ യാതൊരു വിധത്തിലുള്ള തീരുമാനവും അല്ലെങ്കിൽ മറുപടിയും വിശദീകരണവും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളിലേക്ക് നമ്മൾ പോയാലോ? കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്താണ്? നിർമ്മലാ സീതാരാമൻ എന്ന് പറയുന്ന നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി രാജ്യത്തെ ഒട്ടുമിക്ക പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇവിടുത്തെ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമായി കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വിറ്റഴിക്കുന്ന സമീപനമുണ്ട്. കേരളത്തിലൊഴികെ, കേരളത്തിൽ നിന്ന് വിട്ട് കുറേയധികം സംസ്ഥാനങ്ങളിലേക്ക്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, അദാനിയെ പോലുള്ള ആളുകളൊക്കെ അംബാനിയെ പോലുള്ള ആളുകൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ അവർക്കെല്ലാവർക്കും അവരുടേതായ പവർ പ്രോജക്റ്റുകൾ വരെ നടത്തുന്നുണ്ട്. അവർക്ക് അത് പല കമ്പനികളും അവരിലേക്ക് എത്തിച്ചേരുന്ന തരത്തിൽ നിയമനിർമ്മാണങ്ങളും കച്ചവടങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക, വിമാനത്താവളങ്ങൾ, എയർപോർട്ടുകൾ കച്ചവടം നടത്തിക്കഴിഞ്ഞു. നമ്മുടെ തിരുവനന്തപുരത്ത് വിമാനത്താവളം അദാനിയുടെ പേരിലാണ് കിടക്കുന്നത്. അപ്പോൾ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റു തുലയ്ക്കുന്ന ഒരു രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടാണെങ്കിൽ ഇവിടെ സംസ്ഥാന സർക്കാരും അത്തരത്തിലൊരു നിലപാടിലേക്ക് നീങ്ങുന്നുണ്ട് എന്ന് വേണം ഇത്തരം ചില ചിന്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇവിടുത്തെ KSRTC എന്ന് പറയുന്ന സംവിധാനം 1300 ചില്ലുവാനും കോടി രൂപ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. പക്ഷേ എന്തിനാണ് KSRTC? ഇവിടെ KSRTC ആണെങ്കിലും ഒരു ഗതാഗത രംഗം, പൊതുഗതാഗതം, ആരോഗ്യം, അതോടൊപ്പം തന്നെ ജലവിതരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാനാണ് ശരിക്കും നമ്മുടെ മുഖ്യമന്ത്രി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് വ്യക്തത വേണം. ആ വ്യക്തതയ്ക്ക് ഈ പറയുന്ന ഈ സംഭവങ്ങൾ, അതായത് മംഗലാപുരം യാത്രയെ നമുക്ക് കൂട്ടിച്ചേർത്തൊരു പക്ഷേ വായിക്കേണ്ടതായി വരും. അപ്പം ഈ അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റുമായി എന്തിനാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് കൂടിക്കാഴ്ച നടത്തിയത്? JDSന്റെ നേതാവുമായി എന്തിനാണ് കൂടിക്കാഴ്ച നടത്തിയത്? അപ്പോൾ ഇതിന് കൃത്യമായ മറുപടി ഉണ്ടാവേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക പൊതുമേഖലാ സ്ഥാപനങ്ങളും നഷ്ടത്തിലാണ് എന്ന് വരുത്തി തീർത്തൊരു ധവളപത്രം പുറത്തിറക്കുകയും ആ ധവളപത്രത്തിലൂടെ പതുക്കെ ഈ പറയുന്ന സ്ഥാപനങ്ങളെ അദാനി പോലെയുള്ള വൻകിട മുതലാളിമാരുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണോ പരിശ്രമിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട ചില വസ്തുതകൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് സാരം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മെട്രോ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്
അദ്ദേഹം ധവളപത്രത്തിലൂടെ പറഞ്ഞ ഒരു വലിയ കള്ളം നമുക്ക് മനസ്സിലാക്കേണ്ടി വന്നത്. 35 കോടി നഷ്ടം എന്ന് പറയുന്ന ആ ഒരു പൊതുമേഖലാ സ്ഥാപനം നമ്മുടെ കൊച്ചി മെട്രോ ഏകദേശം 33.34 കോടി രൂപ ലാഭത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള വസ്തുതകളാണ് നമ്മുടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഇങ്ങനെ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ കരുതിയിരിക്കേണ്ട ആവശ്യമുണ്ട്. ഈ കൂടിക്കാഴ്ചകൾ മംഗലാപുരത്ത് ഈ പറയുന്ന നമ്മുടെ മൂകാംബികയെ കാണാനല്ല പോയതെന്നും മറിച്ച് ഈ പറയുന്ന അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റിനെയും JDS നേതാവിനെയും NDA-കാരനായ JDS നേതാവിനെയും കാണാൻ വേണ്ടി തന്നെയാണ്. അതിൻ്റെ പിന്നിൽ, ആ സന്ദർശനത്തിന് പിന്നിൽ ഈ എന്തെങ്കിലും ഉള്ളതായി ഈ ധവളപത്രം നമ്മളോട് പറയുന്നുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.